So what about the homework which I have given you yesterday? ഹോംവർക്ക് ചെയ്തായിരുന്നോ? ഇപ്പൊ ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഓൾവേസ് ഇൻ ഹോം അല്ലേ? അതുകൊണ്ട് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുള്ളൂ. ഹോമിൽ തന്നെയല്ലേ എപ്പോഴും? ചെയ്തു. ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻസ്? ഈവൻ നമ്പർ ഓഫ് എയ്സ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് ബീസ് അല്ലേ? ഈവൻ നമ്പർ ഓഫ് എയ്സിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും പറയാമോ? അമൽ അൽഫോൻസ് മാത്യു. അതെ അമൽ. പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് ഒരു ഐഡിയ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈവൻ നമ്പർ ഓഫ് എയ്സ് then your language will be L is equal to, tell me what your language is. Epsilon A B. So ഈവൻ നമ്പർ ഓഫ് എയ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എയുടെ ഒക്കുറൻസ് ഈവൻ ലെങ്തിലാണ്. അപ്പൊ ഈവൻ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് സീറോ ലെങ്ത് ഈസ് കൺസിഡർഡ് ടു ബി ഈവൻ ലെങ്ത്. സോ അപ്പം ഈവൻ ഇഫ് എ ഈസ് നോട്ട് ദെയർ then it is a part of my language. And you are not mentioning anything regarding b. b യെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പം b can be there or even there is a possibility b ഇല്ലാതെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. So the smallest language will be, the smallest string will be, that will be epsilon there. Then അടുത്തത് a സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് think about if b is there. b വരുവാണെങ്കിൽ see b ഒരു സിംഗിൾ b വരാം, എനി നമ്പർ ഓഫ് ബീസ് വരാം. അവിടെ എല്ലാം എ ഇല്ല അല്ലെ? എ ഇല്ലാത്ത സെൻസിൽ എയുടെ ഒക്കുറൻസ് സീറോ ആണ്. എയുടെ ഒക്കുറൻസ് സീറോ എന്ന് പറയുന്നത് സീറോ ഈസ് കൺസിഡർഡ് ടു ബി ഈവൻ അല്ലെ? സോ അപ്പം ഒരു സിംഗിൾ ബി വരാം, ബി വരാം അല്ലെ? then any number of b's വരാം. all is a part of my language. then other than that then you can begin with next a അല്ലെ? a വെച്ച് തുടങ്ങാമെന്ന് നോക്കാം. സോ a വെച്ച് തുടങ്ങുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ അല്ലെ? ഇല്ലെങ്കിൽ 4a ആവാം. a. So there are endless possibility. If we combine a and b, what are the possibilities? If it is starting with b, can be b a ആവാം ഇല്ലേ? If it is starting with a ആണെങ്കിൽ a b ആവാം. Like there are lot of possibilities. So this is a basic nature of the language. Then what we need is the DFA. So if epsilon is there, epsilon ഉണ്ടെങ്കിൽ the very start state will be my final state. So that's that. So start state തന്നെ എന്തായി മാറുന്നു? ഫൈനൽ സ്റ്റേറ്റ് ആയി മാറുന്നു. So final state. Okay. Now what happens next? Q0 A ന്ന് Q1ലോട്ട് Qs C A Q1ലോട്ട് A Q1ലോട്ട്. അവൻ ജസ്റ്റ് ഈ നെയിം ചെയ്യണമെന്ന് പോലും നിർബന്ധമില്ല കേട്ടോ. 2 states. This is another state. So see, what about in the state 1 mark like Q0 and this is Q1. Q0 എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്? ബി എത്ര വേണേലും ആവാം. ഒരു ബി ആവാം, എത്ര ബി വേണേലും ആവാം അല്ലേ? സോ ഐ പുട്ട് എ ബി ലൂപ്പ് ഇട്ട് കൊടുക്കുന്നു. സെറ്റ് സിംഗിൾ ബി ആവാം, എത്ര നമ്പർ ഓഫ് ബി ആവാം. അങ്ങനെയാണെങ്കിലും എന്നതാണ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ്. ദെൻ ഇഫ് ഒക്കറൻസ് ഓഫ് എ ഈസ് ഹാപ്പനിങ്, ദെൻ എങ്ങനെയായിരിക്കും എ ഉണ്ടാകുന്നത്? എ രണ്ടെണ്ണം ഉണ്ടായിരിക്കണം അല്ലേ? സോ വാട്ട് ഐ ഡു ഈസ് ആൻ എ then followed by another a, then that is accepted. Then what about Q1? Q1 b എങ്ങനെ വരാം? അതായത് എ ബി വരാം, ഇല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ബീസ് വരാം, ഫോളോഡ് ബൈ അനദർ എ ഉണ്ടെങ്കിൽ അക്സെപ്റ്റഡ് ആ അല്ലേ? സോ ബി. ഈസ് ഇറ്റ് ക്ലിയർ? ശരിയാണോ? ഇതാണോ വരച്ചിരുന്നത്? Okay, fine, good. Now second question, odd number of b's അല്ല? odd number of, what was it? odd number of b's അല്ലേ? So let me ask you, എൻ്റെ കണ്ടത് ജോയൽ ജെയിംസ്, please turn on your mic and try to give the answer. I think Joel ഒന്നും പറയാൻ പറ്റില്ല.
then what about ബോബി? ഇന്നലെ ഞാൻ ബോബിയെ വിളിച്ചിട്ട് ബോബി എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. ഇന്ന് ബോബി എന്ത് ചെയ്യും? ഉണ്ടോ? ബോബി ഉണ്ടെങ്കിൽ ബോബി റെസ്പോണ്ട് ചെയ്യുക. ബോബി മോനെ പറയടാ, ഇതിന്റെ ആൻസർ പറഞ്ഞു. ഓഡ് നമ്പർ ഓഫ് ബീസ്. ഓഡ് നമ്പർ ഓഫ് ബീസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? L is equal to പെട്ടെന്ന് പറഞ്ഞു. അതായത് എയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ബിയുടെ ഒക്കൂറൻസ് എങ്ങനെയായിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ബിയുടെ ഒക്കൂറൻസ് എങ്ങനെയായിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ? ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നാട്ടോ. പറഞ്ഞോടാ, പറഞ്ഞോ. പറയുവോ? നീ അൺമ്യൂട്ട് ചെയ്ത് വെച്ചേ അതിനെ. All these are possibilities. കേട്ടോ, I had given you as a homework. So the finite automata will be, you can have any number of a's followed by a b, then that is single b, that is accepted. So you can have any number of a's there. Then what happens is b. So this is the right answer. And let me move to the next area, that is non-deterministic. ഹോംവർക്ക് ഈസ് ഓവർ കേട്ടോ. ഹോംവർക്കിന്റെ ഡിസ്കഷൻ ഇനിയൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ഞാൻ തന്നതാണ്, നിങ്ങൾ യു ഹാവ് ടു സപ്പോസ് ടു ഡു ഇറ്റ്. അത് ചെയ്തില്ല എങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അടുത്ത ടോപ്പിക്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. See, we discussed regarding deterministic finite automata and short form was DFA. Now I told you finite automata are basically of two types. ഏതൊക്കെയാണെന്നാ പറഞ്ഞത്? DFAs and NFAs, non-deterministic finite automata. See, that is NFA. See, ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം, പ്ലീസ് കോപ്പറേറ്റ്, സഹകരിക്കുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഏതെന്ന് പറയുന്നത്, TOC എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തെ എഫേർട്ട് നല്ലപോലെ ഇല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽ ആകും. വൺസ് യു ഫെയിൽ, പിന്നെ ഇത് പാസ്സാകുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു തിയറി സബ്ജക്റ്റിന്റെ ലാഘവത്തോടു കൂടി ഈ സബ്ജക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നോട്ടൊന്നും എഴുതിയെടുക്കാതെ ചുമ്മാ സാറ് പറയുന്നതും കേട്ടോണ്ട് ഫോൺ ഓൺ ആക്കിയിട്ടിട്ട് കട്ടിലേലും കിടന്ന് ഉറങ്ങുകയും ഇല്ലേ കട്ടിലെ കിടന്ന് ചുമ്മാ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ടെറിബിളി ഫെയിൽ ഫോർ ദി സബ്ജക്ട്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു കമ്പൈലർ ഡിസൈൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് വരുന്നുണ്ട്. കമ്പൈലർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചേട്ടന. അപ്പം അതും കൂടെ തോക്കാനുള്ള നല്ല പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് ആൻഡ് നിങ്ങൾക്കറിയാം, പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ലത് എന്തെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് ചെയ്തോളൂ കേട്ടോ. സോ the next important one is non-deterministic finite automata. Non-deterministic finite automata, where the first one was deterministic finite automata. ആ പേര് തന്നെ you can identify the differences. ഒന്നാമത്തേതിൽ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നതിൽ there was an amount of determinism. Determinism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ on a particular input, ഒരു particular inputൽ you were having എന്നാ പറയുന്നത് definite moves. അല്ലെങ്കിൽ ഇപ്പം Q0 എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ഒരു കേസ് എടുക്കുവാണെങ്കിൽ, ഇപ്പം ഈ തന്നിരിക്കുന്ന ഒരു കേസ് എടുക്കുവാണെങ്കിൽ Q0 A വന്നാൽ എന്നാ ചെയ്യണമെന്നുള്ളതും B വന്നാൽ എന്നാ ചെയ്യണമെന്നുള്ളതും വളരെ ഡെഫിനിറ്റ് ആയിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കേസിൽ Q0 A വന്നാൽ എന്നാ എടുക്കും? Q1 മൂവ് ചെയ്യും. Q0 B വന്നാൽ എന്നാ എടുക്കും? Q0 തന്നെ റിമെയിൻ ചെയ്യും. അതുപോലെ എല്ലാ സ്റ്റേറ്റുകളിലും കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റുകളിലും ഡിറ്റർമിനിസം ഉണ്ട്. ഏതൊരു ഇൻപുട്ട് വന്നാൽ ഇന്ന സ്റ്റേറ്റിൽ A വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് കറക്റ്റ് അറിയാം. വേറെ അതോ ഇതോ എന്നൊന്നും പറയുന്ന പരിപാടിയില്ല. A വന്നാൽ ഇതാണ് ചെയ്യുന്നത്, B വന്നാൽ ഇതാണ് ചെയ്യുന്നത്. യു നോ ഇറ്റ്. അതാണ് ഏതിലുള്ളത്? DFAയിലുള്ളത്. ബട്ട് ഇൻ NFA
NFA-യില് the thing is little different here. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ്സുകളിലെല്ലാം നോൺ ഡിറ്റർമിനിസം ആണുള്ളത്. അതെ എന്ന് വെച്ചാൽ ഓൺ certain ഇൻപുട്ട് ഒരു സ്റ്റേറ്റിൽ ദേ ക്യാൻ ഹാവ് മോർ പോസിബിലിറ്റീസ്. ഒരു പോസിബിലിറ്റി അല്ലാതെ 1, 2, 3 പോസിബിലിറ്റീസ് കാണാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ ഇൻ സ്റ്റേറ്റ് Q0, if 0 is coming, I can move to Q1. If 0 is coming, I can also remain in Q0 itself. If I write like this, what does it mean? ഇപ്പം നോക്കിക്കോളുക, Q0യുടെ അവസ്ഥ നോക്കിക്കേ. Q0-യിൽ 0 വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഒന്നെങ്കിൽ Q1-ലോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്നാ എടുക്കാൻ സാധിക്കും? Q0-യിൽ തന്നെ റിമെയിൻ ചെയ്യാൻ സാധിക്കും. പറഞ്ഞത് മനസ്സിലായോ? സോ ഒരു സ്റ്റേറ്റിൽ there are 2 possibilities. In Q0 state, on a single input 0, I can do 2 things. I can remain in Q0 itself or I can move to what? Q1. സോ അപ്പം നോക്കിക്കേ, ഈ സ്റ്റേറ്റ് Q0 എന്ന് പറയുന്നത് ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ഉള്ള സ്റ്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? Q0-യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് വന്നു കഴിഞ്ഞാലും ഐ ആം നോട്ട് ഷുവർ ടു ചൂസ് വിച്ച് വൺ. ഇല്ലെങ്കിൽ ഐ ഹാവ് 2 ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഐദർ ഐ ക്യാൻ ഡു ദിസ് ഓർ ഐദർ ഐ ക്യാൻ ഡു ദിസ്. ആൻഡ് സ്റ്റേറ്റ് ഹാവിങ് ദീസ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് വേർ the states on certain input we have a non-deterministic nature. അങ്ങനെയുള്ള ഈ NFAs-നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാട്ട് വി സേ ഫൈനൈറ്റ് ഓട്ടോമേറ്റകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുകൂടി കഴിഞ്ഞിട്ടില്ല, നമ്മൾ when we discussed this one, അതായത് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റാസ് പറഞ്ഞ സമയത്ത് നമ്മൾ സ്റ്റേറ്റ്സുകളെ എല്ലാം കംപ്ലീറ്റ് ചെയ്താ വന്നത് അല്ലേ? അതായത് കംപ്ലീറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് Q0-യിൽ A വന്നാലും ഇപ്പം ഇഫ് സിഗ്മ ഈസ് ഈക്വൽ ടു, ഇഫ് ഐ സേ സിഗ്മ ഈസ് ഈക്വൽ ടു A, B എന്നാണ് ഈ പർട്ടിക്കുലർ കേസിലുള്ളത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇഫ് ഐ ആം ഡ്രോയിങ് എ DFA ആണ് വരയ്ക്കുന്നതെങ്കിൽ മൈ സ്റ്റേറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ഇൻ ദ സെൻസ് Q0-യിൽ A വന്നാൽ എന്നാ സംഭവിക്കുന്നു എന്നും പറഞ്ഞു കൊടുക്കണം, B വന്നാൽ എന്നാ സംഭവിക്കുന്നു എന്നും പറഞ്ഞു കൊടുക്കണം. അതുപോലെ Q1-ൽ A വന്നാൽ എന്നാ ചെയ്യുന്നു എന്നുള്ളതും പറഞ്ഞു കൊടുക്കണം, B വന്നാൽ എന്നാ ചെയ്യുന്നു എന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ സ്റ്റേറ്റ്സുകൾ എന്താന്ന് പറയുന്നത്? കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത് അല്ലേ? Whereas in what we are going to learn next is NFA-യിൽ അങ്ങനെ നിർബന്ധമില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇത്രയൊക്കെയാണ്. ഞാൻ ഒരു സ്റ്റേറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു, ദാറ്റ് ഈസ് Q1, ദിസ് ഈസ് Q2. ആൻഡ് ഇമാജിൻ ലൈക്ക് Q2 ഈസ് മൈ ഫൈനൽ സ്റ്റേറ്റ്. ഈ Q2-ൽ ഇഫ് ഐ സേ Q1-ൽ 0,1 എന്നിട്ടു, Q1-ൽ നിന്ന് Q2-ലോട്ട് പോകാൻ വേണ്ടി ഞാൻ 1 എന്നുള്ളത് ജസ്റ്റ് ഐ എം പുട്ടിങ് ലൈക്ക് ദിസ്. ഞാനിപ്പോൾ എന്തെങ്കിലും ചുമ്മാ അങ്ങ് ചെയ്തെന്ന് തോന്നുള്ളൂ. ആൻഡ് Q2 നോക്കുക. Q2 എന്ന് പറയുന്നത് see, it is not complete. Q2 കംപ്ലീറ്റ് ആണോ? Q2 കംപ്ലീറ്റ് ആണോ എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളും കൊണ്ട് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ഓൺ സിഗ്മ ഈസ് ഈക്വൽ ടു 0,1 ആണല്ലോ ഈ കേസിലുള്ളത്. 0 വന്നാലും 1 വന്നാലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ എന്താന്ന് പറയത്തുള്ളൂ? Q2 കംപ്ലീറ്റ് ആണെന്ന് പറയത്തുള്ളൂ. ഞാൻ പറയുന്നു, when I am drawing this NFA, non-deterministic finite automata, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. So states can also be incomplete. See, if I remove like this is still an NFA. ഇതൊരു NFA ആണ്. കാരണം എന്താണ്? Q2 എന്ന് പറയുന്ന സ്റ്റേറ്റ് കംപ്ലീറ്റ് അല്ല. അങ്ങനെയല്ല, കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും NFA-യിൽ ഇറ്റ് ക്യാൻ എന്നാ പറയുന്നത് ഒക്കുവർ. അവിടെ അത് നിൽക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതിന് സ്പെസിഫിക് മീനിങ്ങും ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ? 2 കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നാ പറഞ്ഞത്? ഒന്നാമത്തേതെന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ഉണ്ട്. അതായത് ഒരു സ്റ്റേറ്റിൽ certain ഇൻപുട്ടിൽ യു ക്യാൻ ഹാവ് മോർ ദാൻ 1 പോസിബിലിറ്റി, ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് എങ്ങനെയുമായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു, ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. സോ ഇഫ് ഐ പുട്ട് ലൈക്ക് ദിസ്, so this is my final state, and if you put like this,
ഇറ്റ്സ് ഓൺലി ഫോർ മെൻഷനിങ് ഫോർ സീറോ ദർ അല്ലേ? Q2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത് സീറോയെ കുറിച്ച് മെൻഷനിങ് ഉണ്ടായിരിക്കണം, വണ്ണിനെ കുറിച്ച് മെൻഷനിങ് ഉണ്ടായിരിക്കണം. ഈ കേസിൽ Q2 വണ്ണിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? 1,1 എന്നോ ഇല്ലെങ്കിൽ 1 വന്നാൽ എന്നാ ചെയ്യുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അത് പോസിബിൾ ആണ്. ഏതില്? NFA പോസിബിൾ ആണ്. വേർ ഇസ് ഇൻ DFA ദാറ്റ് വാസ് നോട്ട് പോസിബിൾ. DFA സ്റ്റേറ്റ്സ് എല്ലാം എന്തായിരിക്കണമെന്നാ പറഞ്ഞത്? കംപ്ലീറ്റ് ആയിരിക്കണമെന്നാ പറഞ്ഞത്. ഈസ് ദ ഐഡിയ ക്ലിയർ ടു യു? ബേസിക് ഐഡിയ ക്ലിയർ ആയോ? And we will do a lot of problems from this one. കിട്ടിയോ? മനസ്സിലായി. സോ റൈറ്റ് എ സ്മോൾ ഡെഫിനിഷൻ. ഒരു ചെറിയ ഡെഫിനിഷൻ എന്ന് എഴുതിക്കുള്ളൂ. Let me think. നോക്കട്ടെ, നോട്ട്സ് ഇവിടെ എവിടെയോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. TOC എന്ന് പറഞ്ഞൊരു ഫോൾഡർ. ഓക്കെ, ഷെയർ ചെയ്ത് ഞാൻ ആ പർട്ടിക്കുലർ വിൻഡോ മാത്രമാണ് ചെയ്തത്. സ്റ്റോപ്പ് ഷെയറിങ്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. പ്രസന്റ് നൗ എൻ്റെ ഒരു വിൻഡോ ഷെയർ. ഓക്കെ, പെട്ടെന്ന് എഴുതിയെടുത്തോ. ഈ പറഞ്ഞിരിക്കുന്ന നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, ദിസ് ഈസ് എ വെരി ബേസിക് വാട്ട് വി സേ definition. In a non-deterministic finite automata, we may have zero or more transition to different state from a current state upon reading an input symbol. In a non-deterministic finite automata, we may have zero or more transition to different state from a current state upon reading an input symbol. അതായത് ഒരു ഇൻപുട്ട് സിമ്പിൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് there are more than one possible transition possible there. ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻസോ പോസിബിൾ ആണ് വേർ ഇൻ non-deterministic finite automata. Then അടുത്ത ലൈനും there is no restriction in having transition upon epsilon symbols from a state. അതായത് എപ്സിലോൺ NFA എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്തത് പഠിക്കുന്നുണ്ട്. അത് പഠിക്കാൻ നേരത്ത് അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിക്കോളും. ഇതിന്റെ സിമ്പിൾ ഐഡിയ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. അതായത് വിത്തൗട്ട് ഈവൻ കൺസ്യൂമിങ് എനിത്തിങ്, ഒന്നും കൺസ്യൂം ചെയ്യാതെ, എയോ ബിയോ അല്ലെ സീറോയോ വണ്ണോ ഒന്നും കൺസ്യൂം ചെയ്യാതെ അങ്ങോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റിയും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വളരെ ഡെപ്തിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് പഠിക്കാനുള്ളത് എപ്സിലോൺ NFA എന്ന് പറഞ്ഞ സാധനമാണ്. അത് പഠിക്കാൻ നേരം നമുക്ക് ക്ലിയർ ആക്കാവുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എഴുതി, രണ്ടാമത്തേത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. വി വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. അടുത്തത് നോക്കിയോളാം, അതിന്റെ DFA. സോ ദിസ് ഈസ് റിഗാർഡിംഗ് DFA. തിരിഞ്ഞു പോകരുത്. നമ്മളിപ്പോ ഈ പറയുന്ന കേസ് എന്നതിനെ കുറിച്ചാണ്? DFA കുറിച്ചാണ് പറയുന്നത്. DFA എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഠിച്ച സാധനമാണ് കേട്ടോ. ഇൻ DFA, അതായത് ദിറ്റ്സ് എ ലിറ്റിൽ കമ്പാരിസൺ. ആദ്യത്തേത് ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക ചെയ്യുന്നത്. എഴുതി കഴിഞ്ഞായിരുന്നോ ആൻസർ? പ്ലീസ് റെസ്പോണ്ട്. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം മനസ്സിലായുണ്ടോ? എഴുതി കഴിഞ്ഞു സർ. എഴുതി കഴിഞ്ഞു. അങ്ങനെ ചെയ്യണം കേട്ടോ. അതിൽ നീ ചെയ്യും വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കരുത്. ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങ് ചെയ്യുക. അത് അങ്ങനെയൊക്കെ വേണം. ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ അറിയാമല്ലോ. ഇൻ എ DFA, a given input at different time we will get same result. It is
ടൈം ഇൻവേരിയന്റ് ഓർ യുണീക്ക്. എന്ന് വെച്ചാൽ എന്താണ്? സി, ഒരു DFAയില് ഒരു സർട്ടൺ ഇൻപുട്ടിന് ദർ വിൽ ബി, എത്ര DFAകൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിലും ആ ഒരു ഗിവൺ എന്നാ പറയുന്നത് പർട്ടിക്കുലർ ഇൻപുട്ടിന് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു റിസൾട്ടേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഇൻ അനദർ വേർഡ്സ് വി ക്യാൻ സേ, സി, ഇതെന്ന് പറയുന്നത് ടൈം ഇൻവേരിയന്റ് ആണ് എന്നാ പറയുന്നത്. അതായത് സി, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ട് വരുന്നു എന്ന് വിചാരിച്ചോളൂ. ഇതൊന്ന് മനസ്സിലാക്കിക്കണം കേട്ടോ. അതായത് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഇറ്റ്സ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ NFA ആൻഡ് എ DFA. ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു ഇൻപുട്ട് വരുന്നു. അതായത് നിങ്ങൾ ഈ കേസിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. Q0-ല് 0 വരാൻ നേരത്ത് നിങ്ങൾക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 0 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം? സി, അതായത് Q0-ല് 0 വരാൻ നേരത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് Q1-ലോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് Q0-ൽ തന്നെ റിമെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മോമെന്റിൽ Q0-ല് 0 ആണ് വരുന്നതെങ്കിൽ ഐ ആം നോട്ട് ഷുവർ വാട്ട് മൈ മെഷീൻ വിൽ ഡു. എന്റെ മെഷീന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഒന്നെങ്കിൽ ചിലപ്പോൾ അത് 0-ൽ തന്നെ റിമെയിൻ ചെയ്യും, അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോകും? 1-ലോട്ട് പോകും. അതായത് ഇൻ ടൈം ടു ടൈമില് ദ ഔട്ട്പുട്ട് മേ ഡിഫർ ഇൻ വാട്ട്? ഇൻ എ എന്താണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് DFA. ബട്ട് ഇൻ എ ഡിറ്റർമിനിസ്റ്റിക് DFA നമുക്ക് Q0-ല് 0 ആണ് വരുന്നതെങ്കിൽ ദർ വിൽ ബി ഓൺലി വൺ മൂവ്. 0 ആണ് വരുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇന്നതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഒരു പോയിന്റിൽ മെഷീൻ ഇത് ചെയ്യുമോ അത് ചെയ്യുമോ എന്നുള്ള യാതൊരു കൺഫ്യൂഷനും വരത്തില്ല. അതിന് കറക്റ്റ് ഡെഫിനിറ്റ് ആയിട്ട് ഒരു ഡിറ്റർമിനിസം ഉണ്ട്. വേറാസ് ഇൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ്, അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ് എന്ന് പറയുന്നത് മനുഷ്യനെ പോലെയാണെന്ന് പറയും. അതായത് ഓരോ മനുഷ്യനും ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം അലൻ ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ല അനീഷ് ചെയ്യുന്നത്, അല്ലേ? ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ മെഷീൻസ് എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ് ആർ സംതിങ് ലൈക്ക് ഹ്യൂമൻസ്. അതായത് there are possibilities of many things to happen in a particular state. ഒരു സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് വരാൻ നേരത്ത് പല ടൈമില് ആ മെഷീൻ പെർഫോം ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അതായത് ഈ മെഷീനിലേക്ക് Q0-ല് ആദ്യമേ ഒരു 0 വന്നപ്പോഴത്തേക്കിന് അത് Q0-ൽ തന്നെ റിമെയിൻ ചെയ്തു. ഈ സെയിം മെഷീനിലേക്ക് ആ Q0-ല് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 0 വന്നപ്പോഴത്തേക്കിനും ചിലപ്പോൾ അത് ചൂസ് ചെയ്ത് Q1-ലോട്ടുള്ള മൂവ് ആയിരിക്കും. അതായത് ടൈം ടു ടൈം ഇറ്റ് ക്യാൻ ചേഞ്ച്. പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഒരു ഹ്യൂമൻസിനെ എടുക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പല ഹ്യൂമൻസും പല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ല നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഇഫ് യു കൺസിഡർ എ മെഷീൻ ലൈക്ക് എ നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ ക്യാൻ പെർഫോം ഇൻ ഡിഫറെന്റ് വേയ്സ് ഇൻ ഡിഫറെന്റ് ടൈം. പല ടൈമുകളിൽ പല രീതിയിൽ വേണേലും ഇത് ബിഹേവ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ മെഷീനെ നമ്മൾ എന്നാ പേരിൽ വിളിക്കുന്നത്? നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി കമ്പ്യൂട്ടേഴ്സ് ആർ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ. നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ, നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനിസ്റ്റിക് മെഷീനാ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പ്യൂട്ടറിനോട് ഇല്ലെങ്കിൽ ലോകത്തിലുള്ള ഏത് കമ്പ്യൂട്ടറിനോടും 5 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുന്നത് എത്രയായിരിക്കും? 10 എന്നായിരിക്കും പറഞ്ഞു തരുന്നത്. ബോധമുള്ള മനുഷ്യന്മാരോട് 5 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ഇഫ് ഐ ഗീവ് എ ബിഗ് വാല്യൂ, ഇല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഇപ്പൊ ഒരു ഹ്യൂമൻ ഇന്റലക്ട് ഉള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചോദിക്കുകയാണ്. അതായത് ഡു യു ലൈക്ക് ടീ ഓർ കോഫി എന്ന് ചോദിക്കുകയാണെങ്കിൽ എ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ കാൺ ഗീവ് ദ ആൻസർ. ഒരു ഡിറ്റർമിനിസ്റ്റിക് മെഷീന് ആൻസർ തരാൻ പറ്റുമോ? അതായത് ഒരു പോയിന്റിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ കോഫി ചൂസ് ചെയ്യാം, ടീ ചൂസ് ചെയ്യാം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യാൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസിന് പറ്റും. ഐ ക്യാൻ ചൂസ് ദിസ് ഓർ ദാറ്റ്. ഇപ്പൊ ഒരു മെഷീൻ ചിലപ്പോൾ കോഫി എന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്, അടുത്ത മെഷീൻ എന്ന് പറയുന്നത് ഏതെന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്? ടീ എന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏത് മെഷീൻസിന് പോസിബിൾ അല്ല. ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസിന് പോസിബിൾ അല്ല. ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇന്നത് വന്നാൽ ഇന്നത് ചെയ്യണം, ഇന്നത് വന്നാൽ ഇന്നത് ചെയ്യണം എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിന് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? ദിസ് ഇസ് ദ ബേസിക് ഐഡിയ.
ഇത്രയൊന്നും നമ്മൾ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്നാണ് എഴുതിയെടുത്തു. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദിസ് ഇൻ എ DFA given an input at different time we get the same result. ഏതാണ് DFAയില് ഒരു സെയിം ഇൻപുട്ട് വരുന്നു അറ്റ് ഡിഫറെന്റ് ടൈമില് ആണെങ്കിൽ പോലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സെയിം റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് ടൈം ഇൻവേരിയന്റ്. അതായത് ടൈമും സമയം മാറുന്നതനുസരിച്ച് അതിന് വേരിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതിനെ ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത്. ഓർ ദേ ആർ യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മെഷീൻ ഒരു സർട്ടൻ ഇൻപുട്ടിന് ഒരു യുണീക്ക് റിസൾട്ട് ആണ് തരുന്നത്. ഇറ്റ് വോണ്ട് ചേഞ്ച് ടൈം ടു ടൈം. പറഞ്ഞ മനസ്സിലായോ? വേറസ് ഇൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ നോക്കിക്കേ, തൊട്ട് താഴെയുള്ള നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? Non-deterministic finite automata. In a NFA, non-deterministic finite automata, same input give in different time may or may not lead to different outputs. അതായത് if our machine is a non-deterministic machine, ഒരു certain input which is a same input പല ടൈമിൽ ആ മെഷീനിലേക്ക് കൊടുക്കാൻ നേരത്ത് ആ മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീനിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളോട് മെഷീനോട് ചോദിക്കുന്നു ഡു യു ലൈക്ക് കോഫി ഓർ ടീ എന്ന് ചോദിക്കുന്നു. ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ ആദ്യത്തെ ടൈമിൽ ചിലപ്പം പറയും എന്നു പറയും കോഫി എന്ന് പറയും. രണ്ടാമത്തെ ടൈമിൽ ചിലപ്പോൾ എന്നാന്ന് പറയും? ടീ എന്ന് പറയും. കാരണം ഇറ്റ് ഈസ് നോട്ട് ഷുവർ. അല്ലെങ്കിൽ ഇൻ ഈച്ച് സ്റ്റേറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് 2 പോസിബിലിറ്റീസ്. അറ്റ് ടൈം ടു ടൈം ദിസ് ക്യാൻ ചേഞ്ച്. ഓരോ ടൈമിലും എന്താവും? നമ്മുടെ ഈ റിസൾട്ട് കിട്ടുന്നതിന്റെ ഡിഫറൻസ് ഉണ്ടാകുന്നതിന്റെ ആ ഒരു കാരണം മനസ്സിലാകുക. അതുകൊണ്ട് ബേസിക്കലി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിന് അത് പറ്റുമോ? ഇല്ല. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ഡിറ്റർമിനിസ്റ്റിക് കമ്പ്യൂട്ടേഴ്സ്. ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ് വി ഡോണ്ട് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ദാറ്റ്. ഇത് വരയ്ക്കാനൊക്കെ വളരെ ഈസിയാണ്. ബട്ട് പ്രാക്ടിക്കലി നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ ഒരു കമ്പൈലർ ഡിസൈൻ ചെയ്യാൻ നേരത്തെ ഒരു എന്നാ പറയുന്നത് കമ്പ്യൂട്ടർ ഓറിയന്റഡ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ബേസിക്കലി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസാണ്. അതായത് ഓരോ ഗിവൺ ഇൻപുട്ടിൽ ഒരു ഡെഫിനിറ്റ് പ്രൊസീജിയർ ഉണ്ട്. ഇന്നത് ചെയ്യും, ഇന്നത് വരുന്നത് ഇന്നത് ചെയ്യും. അവിടെ ഒരു ഓർഡർ ഇടാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ സ്ട്രോങ് ആകുന്ന ടൈമിൽ there could be non-deterministic machines. നിങ്ങൾ പല ഫിലിമുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. where computers began to think like ഹ്യൂമൻസിനെ പോലെ ആക്ട് ചെയ്യാനും ബിഹേവ് ചെയ്യാനും പറ്റുന്ന ടൈപ്പ് മെഷീൻസ് ഇവോൾവ് ആവുന്ന ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റിൽ നൗ ഞാൻ പറഞ്ഞു ഒരു മെഷീൻസും അങ്ങനെ ഇവോൾവ് ആയിട്ടില്ല. ട്രൂലി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഇല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പറയുന്ന പോയിന്റ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എക്സാം പോയിന്റിൽ മീൻസ് ഫോർ TOC ടു സ്റ്റഡി നിങ്ങൾ വെൻ വി സ്റ്റഡി ദിസ് TOC നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്സിനെ കുറിച്ച് പഠിക്കും. പക്ഷെ പ്രാക്ടിക്കലി വെൻ വി ഇംപ്ലിമെന്റ് ദിസ് കൺസെപ്റ്റ്സ് ഇൻ പ്രൊഡ്യൂസിങ് കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ് അല്ല ഡിസൈൻ ചെയ്യുന്നത്. വി ഓൾവേസ് ഡിഫൈൻ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസ് ബിക്കോസ് the nature of our computer is deterministic അല്ലേ? അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്തെ ഡിറ്റർമിനിസ്റ്റിക് കമ്പ്യൂട്ടേഴ്സ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ പക്ഷെ പഠിക്കുന്നുണ്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈസ് ഐഡിയ ഗെറ്റിംഗ് ക്ലിയർ ടു യു? പറഞ്ഞേ. ഇതൊരു എന്നാ പറയുന്നത് ഇത്രയും ഐഡിയ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമേ ആ പടം വരയ്ക്കുന്ന കാര്യം പറഞ്ഞു തന്നില്ലേ? ഓരോ സ്റ്റേറ്റിൽ ഇന്നത് വന്നാൽ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും, സ്റ്റേറ്റ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എക്സാം മുന്നിൽ അതൊക്കെ ചോദിക്കത്തുള്ളൂ. ബട്ട് നമ്മൾ എന്തൊരു കാര്യം പഠിച്ചെന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ചൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് എപ്പോഴും നല്ലതല്ലേ? ഓക്കെ. സോ അപ്പം എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ദിസ് വാസ് ദ ഇൻഫോർമൽ ഡെഫിനിഷൻ. ഐ ടോൾഡ് യു ദർ ഈസ് 2 വേ ഓഫ് ഡിഫൈനിങ് എ തിങ്. ഒന്നെന്ന് പറയുന്ന ഒരു ഫോർമൽ ഡെഫിനിഷനും ഉണ്ട്, ഇൻഫോർമൽ ഡെഫിനിഷനും ഉണ്ട്. എപ്പോഴും ഫോർമൽ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ DFAയുടെയും NFAയുടെയും ഇനി അടുത്ത് പഠിക്കാൻ വന്ന PEയും ട്യൂറിംഗ് മെഷീനും എന്തെല്ലാം എടുക്കുവാണെങ്കിലും
ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ഡെഫിനിഷൻ ഈസ് നത്തിങ് ബട്ട് ദ റെപ്രസെന്റേഷൻ ബൈ യൂസിങ് ദിസ് ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ 5 ട്യൂപ്പിൾസ് 6 ട്യൂപ്പിൾസ് ഒക്കെ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെയാണ് ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ മേളിൽ കണ്ട ഡെഫിനിഷൻസ്, വാട്ട് ഈസ് എ DFA, വാട്ട് ഈസ് എൻ NFA എന്നൊക്കെ ഉള്ള ആദ്യമേ ഈ തന്നിരിക്കുന്ന തിയറി പോലത്തെ ഡെഫിനിഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അപ്പം എക്സാം പോയിന്റിൽ റൈറ്റ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദ 5 ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ. എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഈസ് എ 5 ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ. അതിനകത്ത് n എന്താണെന്ന് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ D എന്നായിട്ടിരുന്നത്, അതായത് ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസിനാണ് D എന്ന് എഴുതിയത്. ഇവിടെ നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻസിനായതുകൊണ്ട് നമ്മൾ എന്നാണ് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് n and this n is defined by, എങ്ങനെ n നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞേ, q sigma delta q0 and f, same what we did in the previous one. ആ സെയിം നൊട്ടേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് ദ ഓൺലി തിങ് ഡിഫർ ഹിയർ ഈസ്, നമുക്ക് നോക്കാം എന്താണെന്ന്, ട്രാൻസിഷൻ ഫംഗ്ഷനകത്ത് മാത്രം മാറ്റങ്ങൾ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സോ അപ്പം q എന്താണ് പറഞ്ഞോളൂ, ആരാ പറയുന്നത് എനിക്ക്? ആൻസർ നീഡ് ടു ബി ഡൺ ബൈ എമിൽ മാത്യു. എമിൽ മാത്യു പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്യുക. എമിലെ ക്യൂ എന്താണെന്ന് പറഞ്ഞ എമിലെ, ക്യൂ എന്ന് പറയുന്നത് അവിടെ തന്നിട്ടുണ്ട് സ്റ്റേറ്റ്സ്. അതായത് സ്റ്റേറ്റ്സ് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും കേട്ടോ, ഇൻഫൈനൈറ്റ് സ്റ്റേറ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ലാംഗ്വേജ് ഇൻഫൈനൈറ്റ് ആവാം, പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. ഇൻഫൈനൈറ്റ് സ്റ്റേറ്റ്സ് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? 5 സ്റ്റേറ്റ് 4 സ്റ്റേറ്റ് 3 സ്റ്റേറ്റ് എന്നാണെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. അതിൽ ഇൻഫൈനൈറ്റ് ആകാനുള്ള യാതൊരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്, Q ഈസ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്. Now സിഗ്മ എന്ന് പറയുന്നത് പറഞ്ഞേ, ആൽഫബറ്റ്സ്. അതും എങ്ങനെയാണ്? ഇൻപുട്ട് ആൽഫബറ്റ്സ് ആർ ഓൾസോ ഇൻ ഫൈനൈറ്റ് റെപ്രസെന്റേഷൻ അല്ലേ? സിഗ്മ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? A, B എന്നോ അങ്ങനെയാ എഴുതുന്നത്. അതായത് അതൊരു ഫൈനൈറ്റ് സെറ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു ഇൻഫൈനൈറ്റ് സെറ്റിനെ കുറിച്ച് നമുക്ക് ആൽഫബറ്റ്സിന്റെ കേസ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അടുത്തത് എന്താണ്? ഡെൽറ്റ ഈസ് നത്തിങ് ബട്ട് യുവർ ട്രാൻസിഷൻ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വി വിൽ ഡിസ്കസ് ദാറ്റ്. ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ ഡെപ്തിൽ നോക്കുന്നുണ്ട്. ബട്ട് ഫോർ ടൈം ബീങ് നമുക്ക് ഇപ്പം ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ എന്ന് പറയാം. Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റ് അല്ലേ? സ്റ്റാർട്ട് സ്റ്റേറ്റ്, there will be only one start state. Then f എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലേ? അത് കണ്ടോ എഴുതിയിരിക്കുന്നത്? ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ഹാവ് മോർ ദാൻ വൺ സ്റ്റേറ്റ്, ബട്ട് ഇറ്റ് ഷുഡ് ബി എ ഫൈനൈറ്റ് സെറ്റ്. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന നൊട്ടേഷൻ കണ്ടോ? എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് അല്ലെ? ആ സ്റ്റേറ്റ്സിനകത്തുള്ള ഏതെങ്കിലും 1, 2, 3 സെറ്റുകളായിരിക്കുമല്ലേ, ഇല്ലേ 1, 2, 3 സ്റ്റേറ്റുകളായിരിക്കുമല്ലേ നിങ്ങളുടെ എഫ് എന്ന് പറയുന്നത് അല്ലേ? സോ യു നോ ദിസ് റെപ്രസെന്റേഷൻ ഓഫ് റെപ്രസെന്റിങ് എ സബ്സെറ്റ് റെപ്രസെന്റേഷൻ അറിയത്തില്ലേ? ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ലേ മക്കളെ വന്നത്? ആരായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്? എമിലെ മൈക്ക് ഓൺ ചെയ്ത് വെക്കടാ. അപ്പൊ അറിയാമല്ലോ ഈ സബ്സെറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. നൗ വെരി ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ഈസ് look at this transition function. See, what was the transition function of the previous one? That was DFA. DFA യുടെ transition function എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. DFA യുടെ transition function എന്തായിരുന്നു? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Q cross ഡെൽറ്റ അല്ലെങ്കിൽ Q cross sigma was what? പെട്ടെന്ന് പറഞ്ഞേ ആരെങ്കിലും. എമ്മിൽ തന്നെ പറഞ്ഞു. For a DFA, deterministic finite automata, transition function delta was given by Q cross sigma gives what? Q. അല്ലേ? ആയിരുന്നോ? Whereas in this non-deterministic finite automata, the transition function differs like Q cross sigma gives you 2 to the power q എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 to the power q means it is nothing but the power set of q. Power set of q എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? You know power set എന്ന് പറഞ്ഞാൽ എന്നാ? എന്താ പവർ സെറ്റ്? പഠിച്ചതല്ലേ എമിലേ? പറഞ്ഞേ.
What do you mean by this power set? Power set എന്ന് പറഞ്ഞാൽ എന്താണ്? If I say my set contain A, B. A, B ആണ് എന്റെ സെറ്റിൽ ഉള്ളതെങ്കിൽ what is the power set of this one? A, B. A, B യുടെ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്നതൊക്കെയായിരിക്കും? All possible എന്നാ പറയുന്നത് sets that can be formed by this A and B, അല്ലേ? That can be an empty set, which means I am not taking A or B. Then it is A, അല്ലെങ്കിൽ it is B, അല്ലെങ്കിൽ it is what? A, B. This is the power set. ആണോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് വളരെ ഡീപ്പായി നോക്കാം കേട്ടോ. ഇനിയിപ്പം ഈ പവർ സെറ്റ് എന്താണെന്ന് ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് വളരെ ഡെപ്ത് ആയിട്ട് നോക്കാം. സോ ഇതൊന്ന് ഞാൻ ക്ലോസ് ചെയ്തോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇനിയും വി വിൽ ഡു ദ ഫസ്റ്റ് പ്രോബ്ലം ഓഫ് ദിസ് NFA. NFAയുടെ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാ. ക്വസ്റ്റ്യൻ ഈസ് design an NFA that accepts every string that ends with A. What you are supposed to create is an NFA. NFA ആണ് ഉണ്ടാക്കേണ്ടത്. ആ NFA എന്നതായിരിക്കണം അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് അക്സെപ്റ്റ് എവറി സ്ട്രിങ് ദാറ്റ് എൻഡ്സ് വിത്ത് എ. എ വെച്ച് എൻഡ് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്ങുകളെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു NFA നിങ്ങൾ വരയ്ക്കണം എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. Before doing that, you must draw the DFA for the same question. ഇതിന്റെ DFA ഒന്ന് വരച്ചേ. DFA നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇപ്പൊ ഈ പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ DFA പെട്ടെന്ന് വരച്ചു എല്ലാവരും. DFA എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇത് ആക്ച്വലി ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് NFA ആണ്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് NFA ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ NFA തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ് DFA എങ്ങനെയാണ് ഇതിന് വരയ്ക്കുന്നത് എന്നുള്ളതും കൂടെ അഡീഷണലി വരയ്ക്കണമെന്ന് പറഞ്ഞു. ബട്ട് ക്വസ്റ്റ്യൻ ഈസ് ഫോർ ഐഡന്റിഫൈങ് NFA. ഓക്കെ, അപ്പൊ ഇതിന്റെ DFA വരച്ചേ ആദ്യമേ. If a question is there, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ you can draw both NFA and DFA. അതായത് നമ്മുടെ ലാംഗ്വേജ് ഒരു ഫൈനൈറ്റ് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ബോത്ത് NFAയും DFAയും വരയ്ക്കാൻ സാധിക്കും. അതായത് DFA വരച്ചാൽ NFA വരയ്ക്കാൻ മേലെന്നോ NFA വരച്ചാൽ DFA വരയ്ക്കാൻ മേലെന്നോ ഒന്നുമില്ല. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രോ ബോത്ത് DFAs ആൻഡ് NFAs. So since you know DFA, you must first draw what? DFA. ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ പോകുന്നത് ഈ പാറ്റേണിലായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം, ഞാൻ തരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം NFA വരയ്ക്കാനായിരിക്കും. പക്ഷെ അതിനോടൊപ്പം നിങ്ങൾ ആദ്യമേ തന്നെ ഈ ക്വസ്റ്റ്യനുകളുടെ എല്ലാം DFA വരച്ചിരിക്കണം. DFA വരച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ NFA വരയ്ക്കേണ്ടത്. സോ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ കിട്ടും. സോ അപ്പം ആദ്യമേ DFA വരച്ച ഇതിന്റെ those who completed just message me or say complete ചെയ്തെന്ന് പറഞ്ഞേക്കാം. Question is very straightforward. എന്നാ പറഞ്ഞിരിക്കുന്നത്? Accept every strings that ends with A. A വെച്ച് എൻഡ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ സ്ട്രിങ്ങുകളെയും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു NFA ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമേ DFA വരയ്ക്കുന്നു. ആ സെയിം ക്വസ്റ്റ്യന് തന്നെ once you complete, just then ഇങ്ങനെ എല്ലാരും ലെഫ്റ്റ് ആവുന്നു, വീണ്ടും കയറുന്നു, ലെഫ്റ്റ് ആവുന്നു, വീണ്ടും കയറുന്നു.
നിതിൻ വർഗീസ്, നിതിൻ അല്ലേ? നിതിൻ വർഗീസ് ഉണ്ടോ? ആ കേക്കാം മോനെ, പറഞ്ഞോ. വരച്ചോടാ, DFA വരച്ചോ? വരച്ചോ? ഉറപ്പില്ലേ? എന്നൊന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കും ആ DFA എന്ന്? ആ പറഞ്ഞോട്ടെ, പോരട്ടെ, സമയമില്ല. ആ എത്ര സീറ്റ് കാണും? രണ്ടാണോ? എന്നോടാണോ ചോദിക്കുന്നത്? എടാ വരയ്ക്കടാ. ഞാനേ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക കേട്ടോ. അതായത് ഇത് പ്രാക്ടീസ് ചെയ്യാതെ, എത്രത്തോളം പ്രോബ്ലംസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാതെ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് കോൺഫിഡൻസ് ആവത്തില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ ഭാഗത്തെ എഫേർട്ട് ആയിട്ടുള്ളത് പഠിക്കേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഇപ്പം തന്നെ ആലോചിച്ചാൽ മക്കളെ, തുടങ്ങിയ സമയം തൊട്ട് ഇത്രയും നേരവും വരെ നമ്മൾ ഈ പ്രോബ്ലംസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു ലിമിറ്റ് ഇല്ലേ? എനിക്ക് അടുത്തത് പഠിപ്പിച്ച് പോകണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക്, അതായത് നമുക്ക് എല്ലാവർക്കും ഒരേ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം ചിലർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ആവും, ചിലർക്ക് അത് ഇച്ചിരി ക്യാച്ച് ആവണം, ഇച്ചിരി താമസം വരും. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നവര് വീണ്ടും പ്രോബ്ലംസ് ചെയ്യുക. കാരണം ഇത് ചെയ്യാതെ, ഈ ഒരു സംഭവം NFAയും DFAയും വരയ്ക്കാൻ പഠിക്കാതെ, പ്രോപ്പറായിട്ട് ഒരു ക്വസ്റ്റിനെ അനലൈസ് ചെയ്ത് ലാംഗ്വേജ് ഐഡന്റിഫൈ ചെയ്ത് NFAയും DFAയും വരയ്ക്കാതെ മുന്നോട്ട് ഇനിയും പോയിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ പഠിക്കാൻ, വരയ്ക്കാൻ നല്ല എഫിഷ്യന്റ് ആകുക. ഇത് കൂടുതൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻഡ്സ് വിത്ത് എ എന്നാ പറഞ്ഞിരിക്കുന്നത്. എ വെച്ച് എൻഡ് ചെയ്യണം അല്ലേ? ഇപ്പൊ ഞാൻ വരയ്ക്കാൻ നേരത്ത് എ വെച്ച് എൻഡ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ ഒരു സ്റ്റേറ്റ് എ എന്ന് വരച്ചു. അപ്പം എന്നാ വെച്ച് എൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ വെച്ച് എൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ബി. ആൻഡ് ബിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്നതാണ്? അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ദിസ് ഈസ് ദ സ്കെൽട്ടൺ പാർട്ട്. നമ്മൾ ആദ്യത്തെ ബേസിക് ലേ ഔട്ട് വരച്ചു. ഇനിയും നമ്മൾ സ്റ്റേറ്റ്സിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. എ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ബോത്ത് എയ്ക്കും ബിക്കും ഉള്ള ട്രാൻസിഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം ആലോചിച്ച് നോക്കുക, എയില് ബി വന്നാൽ എന്നാ സംഭവിക്കും? അതായത് തുടങ്ങുന്നത് എന്നത് വേണേലും ആവത്തില്ലേ? ബി വെച്ച് തുടങ്ങത്തില്ലേ? കുഴപ്പമുണ്ടോ? ഇല്ല. എത്ര ബി വേണേലും ആവാം. ഏറ്റവും ലാസ്റ്റ് എന്നാ ഉണ്ടായിരിക്കണം? ഒരു എ ഉണ്ടെങ്കിൽ എന്റെ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്നാ എടുക്കുന്നു ചോദിച്ചാൽ ബിക്ക് അവിടെ ഒരു ജസ്റ്റ് ലൂപ്പ് ഇട്ട് കൊടുക്കുന്നു. അതായത് വിച്ച് സിംപ്ലി മീൻസ് അറ്റ് ദ ബിഗിനിങ് ഐ ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ബീസ്, ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ ഒരു സിമ്പിൾ എ ആണെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്നതാ പറഞ്ഞിരിക്കുന്നത്? സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് എന്നതാ വെച്ചായിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? എ വെച്ചായിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് എഴുതാൻ നേരത്ത് ഏറ്റവും സ്മോളസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എൻഡ് ചെയ്യുന്നത് എ വെച്ചായിരിക്കണം. ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും സ്മോളസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് എ ആവാം. ബി ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഇനിയും ബി എ ആവത്തില്ലേ? ആദ്യമേ ബി വെച്ച് വരാം, അത് കഴിഞ്ഞിട്ട് എയിൽ അവസാനിക്കുന്നു. നമ്മുടെ കണ്ടീഷൻ കറക്റ്റ് ആണ്. ഇനിയും എ ആവത്തില്ലേ? ആവാൻ പറ്റുമോ? ആവാൻ പറ്റും. കാരണം എന്നതാ, തുടങ്ങുന്നത് എന്തുവാണോ നമ്മൾക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്ത് വേണമെങ്കിലും വെച്ച് തുടങ്ങാം. പക്ഷെ അവസാനിക്കുന്നത് എന്ത് വെച്ചായിരിക്കണം? എ വെച്ചായിരിക്കണം എന്നുള്ളതുള്ളൂ. ഈ കേസുകളിലെല്ലാം എ വെച്ചാണ് അവസാനിക്കുന്നത്. അപ്പൊ ഓക്കെ, എ എന്ന് പറയുന്ന സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് എന്താണ്? സ്റ്റേറ്റ് ബി വരാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ബിയില് രണ്ട് ഓപ്ഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കണം. എ വന്നാൽ എന്നാ സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ബി വന്നാൽ എന്നാ സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എ വന്നാൽ എന്നാ സംഭവിക്കും? പറഞ്ഞേ. എ വന്നാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം എ വെച്ച് അവസാനിക്കാം. എത്ര എ വന്നെന്ന് പറഞ്ഞാലും അതെല്ലാം എ വെച്ച് തന്നെ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നാ എടുക്കുന്നു? എയ്ക്ക് എന്നാ എടുക്കുന്നു? ഇവിടെ ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇനിയും ദ ട്വിസ്റ്റിംഗ് പാർട്ട് ഇനി എന്നതാണ്? ഈ ഒരു പോയിന്റില്, അതായത് ബിയില് സ്മോൾ ബി വന്നാൽ എന്നാ സംഭവിക്കും? ഈ സ്റ്റേറ്റിൽ സ്മോൾ ബി വന്നാൽ എന്നാ സംഭവിക്കും? പറഞ്ഞേ മിഥുനെ, ഒന്ന് പറഞ്ഞേ.
എയിലേക്ക് പോകും. ഡെഫിനറ്റ്ലി നമുക്ക് എന്നാ ചെയ്യണം? എയിലോട്ട് പോകണം. എയിലോട്ട് പോയി കഴിഞ്ഞാൽ സിംപിളി നമുക്ക് എന്നാ ഇനിയും അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം വന്നിരിക്കുന്നത് ബി എ ആണെന്ന് വിചാരിച്ചോളുക. ഫോളോഡ് ബൈ വീണ്ടും ഒരു ബി ആണ് വരുന്നതെങ്കിൽ എങ്ങോട്ട് പോകണം? എയിലോട്ട് പോകണം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എത്ര ബീസ് വേണേലും ആവാം. ഫോളോഡ് ബൈ വീണ്ടും ഒരു എ ഉണ്ടെങ്കിൽ അതിനെ എന്നാ എടുക്കും? അക്സെപ്റ്റ് ചെയ്യും അല്ലേ? സോ ആ ലൂപ്പിന്റെ ഫംഗ്ഷനിങ് മനസ്സിലായോ? അതായത് സ്റ്റേറ്റ് ബിയിൽ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റില് നിങ്ങൾക്ക് എ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യാം. സ്മോൾ ബി ആണ്, അതായത് ഇൻപുട്ട് ആൽഫബറ്റ് ബി ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ബാക്ക് ടു എയിൽ ചെല്ലുന്നു. എയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എയും കൂടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ ചെയ്യാം? ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ബി എ ബി 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 അങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്നാ സംഭവിക്കും എന്ന് പറഞ്ഞേ. ആദ്യമേ എവിടെ നിന്ന് തുടങ്ങുന്നു? ബിയിൽ നിന്ന് തുടങ്ങുന്നു. ബിയിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു? എയിൽ നിൽക്കുന്നു അല്ലേ? വീണ്ടും അടുത്ത എ റീഡ് ചെയ്യുന്ന സമയത്ത് ബിയിലോട്ട് പോകുന്നു. വീണ്ടും എ റീഡ് ചെയ്യുന്നു, നമ്മൾ ബിയിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു. വീണ്ടും ബി റീഡ് ചെയ്യുമ്പോൾ എവിടെ വരുന്നു? എയിൽ വരുന്നു. വീണ്ടും ബി റീഡ് ചെയ്യുന്നു, എയിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു. വീണ്ടും ബി റീഡ് ചെയ്യുന്നു, എയിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു. എ ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് ഈ പർട്ടിക്കുലർ സ്ട്രിങ് റിജക്ട് ആകുന്നു. അല്ലാത്ത പക്ഷം ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ടേക്ക് എ ബി ബി എ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്നാ വരുന്നു? ബിയിൽ വരാൻ നേരത്തെ എയിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു. വീണ്ടും ഒരു എ വരാൻ നേരത്തെ ഞാൻ എങ്ങോട്ട് പോകുന്നു? ബിയിലോട്ട് പോകുന്നു. ബി ഒരു അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് അത് അക്സെപ്റ്റ് ആകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് വാട്ട്? DFA. മക്കളെ DFA ഒക്കെ നമ്മൾ പഠിച്ചിട്ട് ഒത്തിരി നേരമായതാ. ഇതൊക്കെ ഇപ്പം ഇനി അടുത്തത് NFA വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. NFA വരയ്ക്കാൻ നേരത്ത് നമ്മൾ എപ്പോഴും എഴുതുന്ന യൂഷ്വൽ പ്രൊസീജിയേഴ്സ് എല്ലാം ഇവിടെയും ഫോളോ ചെയ്തോളുക. ആദ്യം എന്നാ എഴുതണം? ലാംഗ്വേജ് എഴുതണം. ലാംഗ്വേജ് എങ്ങനെയാണ് വരുന്നത്? ലാംഗ്വേജിനെ പല രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഒന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, പക്ഷെ അതൊരു ഇൻഫിനിറ്റ് ലാംഗ്വേജ് ആയിട്ടേ കിടക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നല്ല നൊട്ടേഷൻ എന്ന് പറയുന്നത് എങ്ങനെയോ ഏതെങ്കിലും രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വേണം എഴുതിക്കോ. എൻസ് വിത്ത് വാട്ട്? എ. കുഴപ്പം വല്ലതും ഉണ്ടോ? ലാംഗ്വേജിനെ ഞാൻ ഡിഫൈൻ ചെയ്തു. ലാംഗ്വേജ് എന്ന് പറയുന്നത് മൈ ലാംഗ്വേജ് കണ്ടെയ്ൻ ഓൾ സ്ട്രിങ്സ് ദാറ്റ് എൻഡ്സ് വിത്ത് എ. ദെൻ മൈ സിഗ്മ ഈസ് ഈക്വൽ ടു വാട്ട്? എ കോമ ബി അല്ലേ? സിഗ്മ എ കോമ ബി ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോളുക. ഓക്കെ. then my language എന്നാന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി while we are drawing this what we say NFA വരയ്ക്കാൻ നേരത്ത് ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് NFA വരയ്ക്കുക എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആണ്. ഇവിടെ എന്താണ് നിങ്ങൾ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റിനെ കേൾക്കുന്നു, ആ ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞ് ആ ക്വസ്റ്റിന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഏതിൽ ചെയ്യുന്നത്? NFAയിൽ ചെയ്യുന്നത്. ബാക്കി ഓരോ സ്റ്റേറ്റ്സും കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഈ ക്വസ്റ്റ്യൻ എന്താണ്? എൻഡിങ് വിത്ത് എ എന്നാ പറഞ്ഞിരിക്കുന്നത്. എ വെച്ച് അവസാനിക്കണം. തുടക്കം നമുക്ക് എന്ത് വേണേലും ആവാം, എയോ ബിയോ എത്ര വേണേലും ആവാം. ബട്ട് ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് വാട്ട്? ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് വാട്ട്? എ അല്ലേ? അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. ഞാൻ എന്നെ എടുക്കുന്നു, ആദ്യത്തെ സ്റ്റേറ്റ് Q0 എന്ന് എഴുതുന്നു. Q0യിൽ നിന്ന് എ ഉണ്ടെങ്കിൽ, എ റീഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള എവിടെ വരുന്നു? Q1ൽ വരുന്നു. തുടക്കം എന്ത് വേണേലും ആവാം. അതുകൊണ്ട് ഞാൻ എന്നാ എടുക്കുന്നു? എ കോമ ബി എന്ന് ഇടുന്നു. അതായത് Q0യിൽ എ വന്നാലും ബി വന്നാലും കുഴപ്പമില്ല. ഐ ക്യാൻ ഹാവ് എനിത്തിങ് അറ്റ് ദ ബിഗിനിങ്, ബട്ട് ഓൾ ഐ നീഡ് ഈസ് ആൻ എ ടു എൻഡ് അല്ലേ? ഒരു എ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കംപ്ലീറ്റ് എൻഡ് ചെയ്തു, ഇല്ലെങ്കിൽ എ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് എ വെച്ച് ഞാൻ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നു. ദിസ് ഈസ് എ സിമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് ആൻ NFA. നിങ്ങൾ വേറൊന്നും ഇവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ എടുക്കുന്നു, ക്വസ്റ്റ്യനെ ആക്ച്വലി വരച്ചു വെക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ Q0യിൽ എ വന്നാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് Q0യിൽ തന്നെ റിമെയിൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകാം? Q1ലോട്ട് പോകാം അല്ലേ? നോൺ ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ഉണ്ട് ആർക്ക്? Q0യ്ക്ക്. അതോടൊപ്പം തന്നെ Q1ലെ കാര്യം നോക്കിക്കേ. Q1 കംപ്ലീറ്റ് ആണോ? Q1ൽ എ വന്നാലും ബി വന്നാലും എന്നാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമില്ല. കാരണം ദിസ് ഈസ് NFA, നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ. കാരണം ഇഫ് എനിത്തിങ് ഈസ് നോട്ട് മെൻഷൻ ദർ, യു ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
ഇറ്റ് സിംപ്ലി മീൻസ് അവിടം വരെ കൊണ്ട് ഈ പ്രോസസ് അങ്ങ് എൻഡ് ചെയ്തോളും. ഇപ്പം ഫോർ എ ഈ വരച്ചത് മനസ്സിലായോ? റിയ ആൻഡ് ബിജു, പ്ലീസ്. മനസ്സിലായോ? ഈ വരച്ചത് മനസ്സിലായോ? ഇത്രേ ഉള്ളൂ നമ്മൾ NFA വരയ്ക്കുന്നത് കേട്ടോ. NFA വരയ്ക്കുന്നത് കമ്പയറിങ് ഡ്രോയിങ് DFA NFA വരയ്ക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നിങ്ങൾ ആ ക്വസ്റ്റിനെ എടുക്കുന്നു, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എന്നാ ചെയ്യുന്നു, അതിനെ അങ്ങ് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ റിയയോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. റിയ എനിക്ക് അതിന് ആൻസേഴ്സ് തരണം. ഓക്കെ റിയ, കേൾക്കത്തില്ല? ഓക്കെ റിയ, ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നു, ഇഫ് എ സ്ട്രിങ് ലെറ്റ് മീ ടേക്ക് A ഈസ് കമ്മിങ്, അതായത് A എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് വരുന്നതെങ്കിൽ എന്നാ സംഭവിക്കും എന്നുള്ളതൊന്ന് റിയ പറയാമോ? അതെങ്ങനെയാ ഞാൻ ചെയ്യാൻ പറ്റുന്നത്? Q0 തന്നെ നിൽക്കുവുള്ളോ? 2 ഓപ്ഷൻ ഇല്ലേ? Q0യിൽ A വന്നാല് അപ്പൊ ഞാനത് എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ചെയ്യാൻ പോകുന്ന മെക്കാനിസം എന്ന് പറയുന്നത്, ഇമാജിൻ ലൈക്ക് ദിസ് ഈസ് Q0 ആണ് എന്റെ Q0യിൽ A വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് എന്നാ ചെയ്യാം, Q0യിൽ തന്നെ റിമെയിൻ ചെയ്യാം, അല്ലേ? സ്ക്രീനിൽ ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ടോ? കുറച്ചേ കാണത്തുള്ളൂ. വന്നോളായിരിക്കും, നോക്കട്ടെ. ഇപ്പൊ മരുന്നില്ലേ? ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇഫ് A ഈസ് കമ്മിങ്, ഐ ഹാവ് അനദർ ഓപ്ഷൻ, ഐ ക്യാൻ മൂവ് ടു അനദർ സ്റ്റേറ്റ് ദാറ്റ് ഈസ് Q1 ആൻഡ് യു ലുക്ക് ഫോർ ദ നേച്ചർ ഓഫ് Q1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ സ്ട്രിങ് എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു ഒരു സിംഗിൾ A ആണ് വന്നത്. Q0യിൽ ആ സിംഗിൾ A വന്നപ്പം ഒന്നെങ്കിൽ ഇത് ചൂസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, അല്ലേ? അതല്ലേ എന്റെ ആക്ച്വൽ മീനിങ്, അല്ലേ? ഇപ്പൊ ഞാൻ ആദ്യത്തേതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ Q0യിൽ നിന്ന് A കൺസ്യൂം ചെയ്ത് Q0യിൽ തന്നെയാണ് ഞാൻ റിമെയിൻ ചെയ്യുന്നതെങ്കിൽ എന്റെ മെഷീന് അക്സെപ്റ്റ് ചെയ്യുമോ ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ? പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ കേട്ട ചോദ്യം എന്തായിരുന്നു എന്നുള്ളത്. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതായത് Q0യിൽ ഈ A ആണ്, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന A ഇല്ലേ, ആ A ആണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നത്, Q0യിൽ തന്നെ ഞാൻ റിമെയിൻ ചെയ്യും, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ സ്ട്രിങ്, ഈ പർട്ടിക്കുലർ സ്ട്രിങ് ഈ മെഷീൻ അക്സെപ്റ്റ് ചെയ്യുമോ? ചെയ്യും. എങ്ങനെ ചെയ്യും? കാരണം Q0 ഫൈനൽ സ്റ്റേറ്റ് ആണോ? അല്ല. അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ചെയ്യില്ല. അതുകൊണ്ട് ആദ്യത്തെ കേസിൽ എന്നാ എടുക്കും? റിജക്റ്റ് ആകും. പിന്നെ നോക്കിക്കേ, എന്റെ A രണ്ടാമത്തേതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഈ കൊടുക്കുന്ന ഇൻപുട്ട് A രണ്ടാമത്തേതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്നാ സംഭവിക്കും? Q1 വരും, അല്ലേ? Q1 വന്നു കഴിഞ്ഞാൽ Q1ന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ആ A എന്നാ എടുക്കും? അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, Q0യിൽ ടൈം ഇൻവേരിയന്റും വേരിയന്റും ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? അതായത് ഇപ്പൊ ആദ്യത്തെ ടൈമിൽ ഈ A ആണ് വരുന്നതെങ്കിൽ ആ മെഷീൻ ചിലപ്പം ഈ Q0 ആണ് ചൂസ് ചെയ്തതെങ്കിൽ എന്റെ മെഷീൻ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കേസിൽ താഴത്തെ A ചൂസ് ചെയ്തു, അതുകൊണ്ട് അവിടെ എന്നാ സാധിച്ചു? Q1ൽ എത്താൻ സാധിച്ചു. അതുകൊണ്ട് ആ കേസ്, രണ്ടാമത്തെ കേസ് ചിലപ്പം അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ഇനി നമ്മളൊരു ഹോൾ ഐഡിയ എന്ന് പറയുന്നത്, നമ്മുടെ മെഷീനിനകത്ത് ഏതേലും ഒരു പോസിബിലിറ്റിയിൽ നിങ്ങൾക്ക് ഏതേലും ഒരിടത്ത് നിന്ന് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് വരെ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ലാംഗ്വേജ്, ആ പർട്ടിക്കുലർ സ്ട്രിങ് എന്ന് പറയുന്ന W എന്ന് പറയുന്ന സ്ട്രിങ് ഈ മെഷീൻ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ DFA കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഈ കേസിൽ ഒന്നാമത്തെ A ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും സ്ട്രിങ് എവിടം വരെ എത്തത്തില്ല? ഫൈനൽ സ്റ്റേറ്റ് വരെ എത്തത്തില്ല. രണ്ടാമത്തെ കേസാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എവിടം വരെ എത്തും? ഫൈനൽ സ്റ്റേറ്റ് വരെ എത്തും, അല്ലേ? ഇങ്ങനെ ഏതേലും ഒരു സ്റ്റേറ്റ് എങ്കിലും നിങ്ങളെ ഫൈനൽ സ്റ്റേറ്റ് വരെ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സ്ട്രിങ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ കേസിൽ A അക്സെപ്റ്റ് ആയോ? കാരണം എന്താണ്? ഒരു മാർഗം ഉണ്ട് എവിടം വരെ ചെല്ലാന്? ഫൈനൽ സ്റ്റേറ്റ് വരെ ചെല്ലാന്.
2 മാർഗം ഉണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റിൽ Q0യിൽ നിന്ന് A വന്നാൽ 2 മാർഗങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു മാർഗത്തിൽ എനിക്ക് എവിടെ എത്താൻ സാധിച്ചു? ഫൈനൽ സ്റ്റേറ്റ് വരെ എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എന്നാ എടുത്തു? അക്സെപ്റ്റ് ചെയ്തു. പറയുന്നു ഈ പർട്ടിക്കുലർ സ്ട്രിങ് വന്നാൽ എന്റെ മെഷീൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നൗ തിങ്ക് അബൌട്ട് ദ നെക്സ്റ്റ് പോസിബിലിറ്റി, ദാറ്റ് ഈസ് ഇഫ് റിയ മാറിയിട്ട് അനിറ്റ ഓൺ ആക്കിക്കോ മൈക്ക്. അനിറ്റ അല്ലേ? അനിറ്റ മരിയ BA. അനിറ്റ അല്ലേ ക്ലാസ് ലീഡർ? ആണോ? ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പൊ ഇനി അടുത്തത് പറഞ്ഞേ. ഞാനിപ്പോ ഒരു സ്ട്രിങ് പറയാൻ പോണേ. നമ്മുടെ മെഷീൻ ഇവിടെ തന്നെ മേളിൽ കിടപ്പുണ്ട്. ഞാൻ ഇതെന്താ മായ്ച്ചേക്കാം. മായ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ എളുപ്പമാകുമല്ലേ? ഇനി നമ്മുടെ ഐഡിയ നോക്കിക്കോളുക. ഞാനിപ്പോൾ ഒരു സ്ട്രിങ് എടുക്കുന്നു, W = AB. ഇനി അനിറ്റ എനിക്ക് പറഞ്ഞു തരണം എന്ത് സംഭവിക്കും ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിന് എന്ന്. ആദ്യത്തെ സ്റ്റേറ്റ് പറഞ്ഞേ. പറഞ്ഞേ. Q0 is my എന്ത് പാടാ നോക്കിക്കേ പിള്ളേരെ, അതുവഴി ഇതുവഴി എല്ലാം പോകുന്നു. പറഞ്ഞു. Q0 ആണ് എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്. Q0യിൽ A വന്നാൽ എന്നാ സംഭവിക്കും? പറഞ്ഞേ. Q0യിൽ A വന്നാൽ എന്നാ സംഭവിക്കും? എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് A ആണ് വരുന്നതെങ്കിൽ ഞാൻ എവിടെ തന്നെ റിമെയിൻ ചെയ്യും? Q0യിൽ തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ A ആണ് വരുന്നതെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും? Q1 പോകും. ഓക്കെ, അപ്പൊ Aയുടെ കാര്യം കഴിഞ്ഞു. എന്റെ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫൈനൽ എന്റെ സ്ട്രിങ് തീർന്നോ? ആദ്യത്തെ A മാത്രമല്ലേ റീഡ് ചെയ്തിട്ടുള്ളോ? ഇനി Bയും കൂടെ റീഡ് ചെയ്യാനില്ലേ? ഇനി ആദ്യത്തെ കേസ് ആണെങ്കിൽ ഞാൻ ഈ പാത്താണ്, Q0യുടെ പാത്താണ് ചൂസ് ചെയ്തതെങ്കിൽ ഇനിയും പറഞ്ഞേ. ഇനി അടുത്ത B വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? പറഞ്ഞേ. Q0യിൽ B വന്നു കഴിയുമ്പോൾ എന്നാ എടുക്കുമെന്നാ പറഞ്ഞത്? Q0യിൽ തന്നെ ഞാൻ റിമെയിൻ ചെയ്യും. എന്റെ സ്ട്രിങ് തീർന്നു അല്ലേ? Aയും Bയും ഞാൻ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എത്തിയത് എവിടെയാണ്? Q0യിലാണ്. അതുകൊണ്ട് എന്നാ സംഭവിച്ചു? Q0 എന്ന് പറയുന്നത് ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. Q1 അല്ലേ ഫൈനൽ സ്റ്റേറ്റ്? അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ആകുമോ റിജക്റ്റ് ആകുമോ? റിജക്റ്റ് ആയേ. ഇനി രണ്ടാമത്തെ കേസിൽ ഞാൻ Q0യിൽ നിന്ന് A കൺസ്യൂം ചെയ്ത് എവിടെ വന്നു? Q1 വന്നു അല്ലേ? Q1 വന്നിട്ട് ഇനി Q1 B വരുവാണെങ്കിൽ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? B വരുവാണെങ്കിൽ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? Q1 B വരുവാണെങ്കിൽ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേ. Q1 Q1 B വരുവാണെങ്കിൽ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? Q1 B വരുവാണെങ്കിൽ എന്നാ ചെയ്യുമെന്ന് എന്തെങ്കിലും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. Q1 A വന്നാലും B വന്നാലും എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q1 വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്തേലും ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പിന്നെ അങ്ങോട്ട് റീഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം എന്റെ ഫൈനൽ സ്റ്റേറ്റ് ഞാൻ ഓൾറെഡി റീച്ച് ചെയ്യാനുള്ള കണ്ടീഷൻ കഴിഞ്ഞു. ഇനിയും അങ്ങോട്ടുള്ള എന്ത് വന്നെന്ന് പറഞ്ഞാലും അതെല്ലാം എനിക്ക് റിജക്റ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഇവിടെ എന്നാ സംഭവിച്ചത്? Q0യിൽ നിന്ന് A, അതായത് താഴത്തെ A ആണ് ഞാൻ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഞാൻ എവിടെ വന്നു? Q1 വന്നു. Q1 എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ് അല്ലേ?
പക്ഷെ എന്റെ സ്ട്രിങ് തീർന്നിട്ടുണ്ടായിരുന്നോ? തീർന്നിട്ടില്ല. നീ ഒരു ബിയും കൂടെ കിടക്കുവാണ് അല്ലേ? അപ്പം ആ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാ സംഭവിച്ചേനെ? Q1 തന്നെ റിമൈൻ ചെയ്ത് ബി വരുന്നു. ബി വന്നപ്പം Q1 തന്നെ റിമെയിൻ ചെയ്തെങ്കിൽ അത് അക്സെപ്റ്റ് ആയേനെ അല്ലേ? പക്ഷെ നമ്മളെ മെഷീനിൽ അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? Q1 ബി വന്നാൽ ബിയെ കുറിച്ച് യാതൊന്നും Q1 പറയത്തില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഇത് ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ പരിപാടി സ്റ്റോപ്പ് ചെയ്തോണം. അപ്പൊ അതും എന്തായിക്കോളും? ഓട്ടോമാറ്റിക്കലി റിജക്ട് ആയിക്കോളും. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റില് വേറൊരു ട്രാൻസിഷൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റില് ട്രാൻസിഷൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വെച്ച് ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തോളാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി ദർ ഇസ് നോ മോർ ഫർദർ പ്രൊസീഡിങ് വിത്ത് എനി ഓഫ് ദ സ്ട്രിങ്സ്. ഇപ്പം സ്ട്രിങ്, ആ പർട്ടിക്കുലർ സ്ട്രിങ് ഇനി അവിടെ വന്ന് നിൽക്കുന്നു, അതായത് Q1 വന്ന് നിൽക്കുന്നു. ഈ Q1 വന്ന് നിൽക്കുമ്പം പറയുന്ന കാര്യം